ഡേ 8 ഓഫ് റമദാൻ സീരീസ്. അപ്പം ഇന്ന് നോമ്പിൻ്റെ വിശേഷങ്ങൾ നോക്കിയാലോ. അങ്ങനെ മാഷാ അല്ലാഹ് രാവിലെ തന്നെ എണീച്ച് ഒന്ന് സ്കൂളിലാത്തതുകൊണ്ട് കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒന്ന് എണീച്ച് ഒന്ന് പള്ളിയിലെല്ലാം പോയി ഒന്ന് ഫ്രഷായി. അങ്ങനെ ആ പോയ സമയത്ത് നമ്മൾ ബ്ലോഗർ സാബിത്ത് പറഞ്ഞ് എന്നെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് റീച്ചെല്ലാം കുറവാണ്, ഒന്ന് മാക്സിമം ഇവൻ്റെ അക്കൗണ്ടൊക്കെ എല്ലാവരും ഫോളോ ആക്കണേ, ഒന്ന് സപ്പോർട്ടാക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തൃക്കേപ്പൂരി ഇന്നും ചെറിയൊരു ഷൂട്ടുണ്ടായി. അതെന്ന് വെച്ചാൽ നമ്മുടെ നോമ്പിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഷൂട്ടാണ്, പള്ളിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ പോകുന്നിടയ്ക്ക് നമ്മളെ ഞാൻ സെയ്തുവിനെ കണ്ട് ഞാൻ സെയ്തെന്ന് ചോദിച്ചത് അസ്സലാം വലൈക്കും. സെയ്ത് ഒറ്റ അടിക്ക് പറഞ്ഞു വലൈക്കും അസ്സലാം. ബ്ലോഗർ നമ്മുടെ സലാം പറയുന്നുണ്ട്. മാഷാ അല്ലാഹ് നല്ല ബ്ലോഗറാണ് കേട്ടോ, എല്ലാവരും ഇവനെ സപ്പോർട്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തി. പിന്നെ നമ്മൾ നേരെ സ്റ്റോറീസ് ഓഫ് നമ്മളെ സെല്ലു ബ്രോൻ്റെ പരിപാടി. അങ്ങനെ നേരെ പള്ളിയിലെത്തിയപ്പോൾ മൈക്കെല്ലാം ഇട്ട് എല്ലാം സെറ്റായി, നല്ല തൊപ്പിയെല്ലാം ഇട്ട്. പിന്നെ അസറ് നിസ്കരിച്ചവരല്ലേ. ഇതാണ് നമ്മുടെ ആക്ടർ കാര്യങ്ങളിൽ ചെറിയ ഷൂട്ടിൻ്റെ ഭാഗം നടക്കുന്നത്. പള്ളിയിൽ നിന്നാണ് നമ്മളെ ഷൂട്ട്, നോമ്പിൻ്റെ ഭാഗത്തിൽ ചെറിയ ഷൂട്ടാണ്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ തന്നെ ശരിക്കും നെട്ടിച്ചത് പല വെറൈറ്റി കടികൾ, എന്തെല്ലാം കായട, പിസ്സ, ബത്തക്ക, മുന്തിരി, ഓറഞ്ച്, മറ്റേത് മറിച്ചത് എല്ലാ ഐറ്റംസും ഉണ്ടായി. ഇന്നത്തെ നോമ്പൂരില്ല, ഒരു വെറൈറ്റി നോമ്പൂരായിരുന്നു. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളെ 8ാമത്തെ നോമ്പും പൂർത്തിയായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.